ഹായ്, നമ്മുടെ ലോസ് ഓഫ് മോഷൻ തുടങ്ങാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. നോക്കൂ. മൊമെൻറ്റം പി ഇൻ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് വേരിയിങ് വിത്ത് എ ടൈം ആസ് പി ഈക്വൽ ടു 2 + 3t² എന്നാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൊമെൻറ്റം തന്നിട്ടുണ്ട്, പി തന്നിട്ടുണ്ട് അല്ലേ. പി ഈസ് ഈക്വൽ ടു 2 + 3t² എന്നാണ്. ഫോഴ്സ് ടൈം 3 ആകുമ്പോൾ വാട്ട് ഈസ് എ ഫോഴ്സ് എന്നാണ്. ഫോഴ്സ് എങ്ങനെ കാണും? ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിഞ്ഞൂടെ, dp/dt. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പം എന്ത് ചെയ്യണം? ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഡിഫറൻസിയേഷൻ നടത്തി പറയൂ. എന്താണ്? 2 അങ്ങനെയല്ലേ തന്നിരിക്കുന്നത്. 2നെ ചെയ്യുമ്പോൾ 0, 3 അതുപോലെ എഴുതി, t² ചെയ്യുമ്പോൾ 2t. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 60 എന്നായില്ലേ. ഇതിനകത്ത് ടിക്ക് പകരം 3 ഉണ്ട്. അപ്പോൾ 6 × 3. അപ്പോൾ ആൻസർ എത്ര? 18. ആൻസർ ഏതാണ്? ചോയ്സ് എ. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. അപ്പോൾ ഫോഴ്സ് കാണാൻ എന്ത് ചെയ്യണം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കാണാം. മൊമെൻറ്റത്തിൻ്റെ ഡിഫറൻസിയേഷൻ നടത്തണം. ഇനി അടുത്ത് വായിച്ചു നോക്കൂ. ക്വസ്റ്റൻ നമ്പർ 2. 2 masses m1 5 kg, m2 10 kg as connected as in figure. When masses are released, then what is acceleration? നമുക്ക് സ്ട്രൈറ്റ് ഇക്വേഷൻ ഉപയോഗിച്ചാൽ പോരെ. what is the equation? Acceleration equal to m1 minus m2 into g divided by m1 plus m2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. ഈ ഇക്വേഷനിലൊക്കെ പ്രയോഗിച്ചാൽ മതി. ഹെവിയർ ആയിട്ടുള്ളതാണ് m1, നമ്മൾ ഓർത്തോണം. m1 എത്ര? അപ്പോൾ 10 - 5 ഇൻറ്റു ജി എത്രയെന്ന് നമുക്ക് 10 ജി എന്ന് തന്നെ എടുക്കാം. ജി ഡിവൈഡഡ് ബൈ 10 + 5. അപ്പോൾ ആൻസർ എത്ര? 5g/15 എന്ന് പറയുമ്പോൾ g/3 എന്ന് വരും. അപ്പം ആൻസർ ഏതാ? ആൻസർ ഈസ് ക്യാറ്റ്. തേർഡ് ചോയ്സ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. ഇതൊന്നും പ്രത്യേകിച്ച് പറയണ്ട, സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നതാണ്. എ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു, എഫ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 6i - 8j + 10k. ഇതാണ് ഫോഴ്സ്. ഇനി ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ആക്സലറേഷൻ √2. ഇനി നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മാസ് ഓഫ് ദ ബോഡി എത്ര എന്നാണ്. മാസ് എങ്ങനെ കണ്ടുപിടിക്കും? എഫ് ഈസ് ഈക്വൽ ടു ma എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് എം എങ്ങനെ കണ്ടുപിടിക്കും? f/a എന്നാണ്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു, എഫ് എവിടെ? 6i - 8j + 10k ഡിവൈഡഡ് ബൈ എ എത്ര? √2. അപ്പോൾ എത്ര വരും? എം ഈസ് ഈക്വൽ ടു 6i ഡിവൈഡഡ് ബൈ √2 - 8j ഡിവൈഡഡ് ബൈ √2 + 10k ഡിവൈഡഡ് ബൈ √2 എന്ന് വരും. ഇനി മാസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ വരും? ബട്ട് ഈസ് എ മാസ് മാഗ്നിറ്റ്യൂഡ് √ പറയൂ. ഈ ഐയുടെ കൂടെ ഉള്ളതിൻ്റെ സ്ക്വയർ പറ. 36/√2ൻ്റെ സ്ക്വയർ 2 പ്ലസ് അടുത്ത -8ൻ്റെ സ്ക്വയർ എത്ര? 64 ഡിവൈഡഡ് ബൈ √2ൻ്റെ സ്ക്വയർ 2 അടുത്ത പ്ലസ് 10ൻ്റെ സ്ക്വയർ 100 ഡിവൈഡഡ് ബൈ √2ൻ്റെ സ്ക്വയർ 2. അപ്പോൾ ആൻസർ എത്രയായി? √ പറയൂ. 36 ഇതും 100, 200/2. അപ്പോൾ എത്ര? √100 എന്ന് പറയുമ്പം 10. അപ്പം മാസിൻ്റെ വാല്യൂ 10 ആണ്. അപ്പം ആൻസർ ഏതാ? ചോയ്സ് എ ആണ്. അതൊന്നും പ്രത്യേകിച്ച് പറയണ്ട. അടുത്ത് ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. അത് ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടാണ്. എ ബ്ലോക്ക് ഓഫ് മാസ് m ഈസ് പുൾഡ് അലോങ് ഹൊറിസോണ്ടൽ സർഫസ് ബൈ അപ്ലൈങ് എ ഫോഴ്സ് അറ്റ് ആൻ ആംഗിൾ q എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീറ്റയാണ് വിത്ത് ഹൊറിസോണ്ടൽ. എന്താണ്? ഇവിടെ ഒരു ബ്ലോക്ക് ഇരിപ്പുണ്ടോ? ഈ ബ്ലോക്കിൽ നോക്കൂ, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇതാണ് ഫോഴ്സ്. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? തീറ്റയാണെന്ന്. If the block travels with uniform velocity and has displacement d, coefficient of friction is m, then work done എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. m എന്നല്ല μ എന്നാണ്. അപ്പോൾ what is a work done by the applied force? അപ്പോൾ ഇങ്ങനെ ഫോഴ്സ് കൊടുത്താൽ ഇത് നീങ്ങും. അപ്പോൾ what is a work done? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ ചെയ്യും? നാലാമത്തെ ചെയ്തിരിക്കുന്ന മെത്തേഡ് നോക്കൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇരുന്നാൽ, തറയിലിരുന്നാൽ ഇതിൻ്റെ വെയിറ്റ് താഴോട്ടാണ്. വെയിറ്റ് എത്ര? mg അല്ലേ. നോർമൽ ഫോഴ്സ് മേലോട്ടാണ്. അപ്പോൾ ഇതാണ് നോർമൽ ഫോഴ്സ്. ഇനി നമ്മൾ ഈ സാധനത്തിനെ റിസോൾവ് ചെയ്താൽ നിങ്ങൾ തന്നെ പറ, ഇങ്ങനെ ഫോഴ്സ് കൊടുത്താൽ ഇത് ഇങ്ങോട്ട് നീങ്ങും അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. ഇനി എഫിനെ റിസോൾവ് ചെയ്ത 2 കമ്പോണൻറ്റ് കിട്ടും. ഒന്ന് ഇങ്ങനെയും കിട്ടും, ഒന്ന് മേലോട്ടും കിട്ടും.
ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എഫ് കോസ് തീറ്റയാണ്, ഇതെന്ന് പറയുന്നത് എഫ് സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് പറയും, ഇത് എ പ്ലസ് ഇതല്ലേ, നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ഇതല്ലേ. അപ്പം നമുക്ക് എന്നും പറയൂ പ്ലസ് എഫ് സൈൻ തീറ്റയും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് പറയാം, എം ജി കിട്ടുമെന്ന് പറയാം. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതിനകത്ത് നിന്ന് എൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്താണ് എൻ എന്ന് പറഞ്ഞാൽ എം ജി മൈനസ് എഫ് സൈൻ തീറ്റ എന്നാണ്. ഇതുവരെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂ എൻ എന്നല്ലേ നമ്മൾ പഠിപ്പിച്ചേ. ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു മ്യൂ, അതുപോലെ എഴുതി എന്നിന് പകരം എന്തെഴുതാം, എം ജി മൈനസ് എഫ് സൈൻ തീറ്റ എന്നെഴുതാം. ഇതും പ്രശ്നമൊന്നുമില്ല. ഇനി എന്താണ് എഴുതിയിരിക്കുന്നത്, നമ്മുടെ ഇവിടെ ഈ ഫോഴ്സും ബാലൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, എഫ് കോസ് തീറ്റയ്ക്ക് ഈക്വലാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത എന്ത് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയാണ്, അവിടെ സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്, എന്താണ് എഴുതിയിരിക്കുന്നത്, എഫ് കണ്ടുപിടിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ ഇനി എൽ എച്ച് എസും ആർ എച്ച് എസും കൂടെ ഇക്വേറ്റ് ചെയ്യും. നോക്ക്, ഇതൊരു ഇക്വേഷൻ, രണ്ടിൻ്റെ എൽ എച്ച് എസ് സെയിം അല്ലേ, അപ്പോൾ ആർ എച്ച് എസ് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ എഫ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു പറ മ്യൂ ഇൻറ്റു എം ജി മൈനസ് എഫ് സൈൻ തീറ്റ എന്നാണ്. ഇനി നമുക്കിവിടെ ഈ ടേമിനെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എഫ് കോസ് തീറ്റ പ്ലസ് എഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ എം ജി എന്നാണ്. അപ്പോൾ രണ്ടിൽ നിന്ന് എഫ് കോമൺ എടുക്കുക അല്ലേ. എഫ് ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ എം ജി എന്നായി. ഇനി നിങ്ങൾ ചോദിച്ചിരിക്കുന്ന വർക്ക് എത്രയെന്നല്ലേ, വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ, എഫ് ഡോട്ട് എസ് അല്ലേ, അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എഫ് എന്താണ്, ഇതായിരിക്കുന്നു. എഫ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ എഫ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എന്താണെന്ന് പറ, മ്യൂ എം ജി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്നാണ്. ഇൻറ്റു എസ് എന്ന് പറയുന്നത് ഡി എന്ന ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്, ഇൻറ്റു കോസ് തീറ്റ എന്നാണ്. അപ്പോൾ ഇതവിടെ ഉണ്ടാകുന്ന നോക്ക്, മ്യൂ എം ജി ഡി കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് എവിടെയോ ഒരു പെശ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഇതിനകത്ത് മ്യൂ എം ജി മൈനസ് മ്യൂ സൈൻ തീറ്റ എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് എഫ് കോസ് തീറ്റ പ്ലസ് മ്യൂ, ഇവിടെ ഒരു മ്യൂ ഇല്ലായിരുന്നോ, മ്യൂ എന്നാണ്. അപ്പോൾ ഇവിടെ മ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മ്യൂ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ആൻസറിനകത്ത് കോസ് തീറ്റ പ്ലസ് മ്യൂ സൈൻ തീറ്റ എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഇതൊരു ബോഡിയാണ്, ഈ ബോഡി ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് എത്ര, എം ജി, നോർമൽ ഫോഴ്സ് എൻ. ഇതിനകത്ത് ഇവിടെ ആറെന്ന് കൊടുത്തിരിക്കുന്നത് എന്നിനെ തന്നെയാണ്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, കൊടുക്കുമ്പോൾ ഈ സാധനം ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ഇനി എഫിനെ റിസോൾവ് ചെയ്താൽ രണ്ട് കമ്പോണൻറ്റ് കിട്ടും. ഇനി ഇവിടെ ആ രണ്ട് അപ്വേർഡ് ഉണ്ട്, ഒരു ഡൗൺവേർഡ്. അപ്വേർഡും ഡൗൺവേർഡും ബാലൻസ് ചെയ്യും. അപ്പോൾ എന്നും എഫ് കോസ് സൈൻ തീറ്റയും കൂടെ ആഡ് ചെയ്താൽ എം ജി. ഓക്കെ, ഇപ്പോൾ ഒരെണ്ണമായി. അപ്വേർഡും ഡൗൺവേർഡും ബാലൻസ് ചെയ്യും. ഇങ്ങോട്ടുള്ളതും അങ്ങോട്ടുള്ളതും ബാലൻസ് ചെയ്യും. അപ്പോൾ എന്തെഴുതാം, എന്താണ് എഫ് എന്ന് പറയുന്നത് എന്തിനെ ബാലൻസ് ചെയ്യും, എഫ് കോസ് തീറ്റയെ ബാലൻസ് ചെയ്യും. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമൽ മ്യൂ എൻ ആണ് അല്ലേ. അപ്പം മ്യൂ ഇൻറ്റു എന്നിൻ്റെ വാല്യൂ വേണം അല്ലേ. ഇതിനകത്ത് നിന്ന് എൻ അങ്ങ് കണ്ടുപിടിക്കുക. ഇതിനകത്ത് നിന്ന് എൻ കണ്ടുപിടിച്ചിട്ട് ഈ വാല്യൂ എടുത്ത് ഇവിടെ ഇടുക. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ്റെയും എൽ എച്ച് എസ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ആണ്. അപ്പോൾ ആർ എച്ച് എസ് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്തു. ആർ എച്ച് എസ് ഇക്വേറ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എഫ് കണ്ടുപിടിക്കാൻ പറ്റും, ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും, ആ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാ, ഡി, സ്മോൾ ഡി എടുക്കുമ്പോൾ നിങ്ങളുടെ ആൻസറായി. കുഴപ്പമില്ലല്ലോ. വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ. അപ്പം അതിനകത്ത് എഫ് കണ്ടുപിടിച്ചത് നമ്മളതിലുണ്ട്, എസ് ഡി ആണ് കോസ് തീറ്റ. അപ്പോൾ അതിനകത്ത് ആൻസർ ഇടുമ്പോൾ യു വിൽ ഗെറ്റ് യുവർ റിസൾട്ട്. അപ്പോൾ അതിൻ്റെ ചോയ്സ് ഏതാണ്, അപ്പോൾ ആൻസർ ഏതാ വരുന്നത്, സെക്കൻഡ് ചോയ്സ് അങ്ങോട്ടല്ലേ വരുന്നത്, സെക്കൻഡ് ചോയ്സ്. ഓക്കെ, ബി ആണ് അതിൻ്റെ ആൻസർ, ബി, ബാബു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്ക്.
ഓക്കെ, നോക്കിയോ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? A body of mass 5 kilogram is acted by two perpendicular forces 8 Newton 6 Newton. ഇവിടെ ഒരു ബോഡി ഇരിപ്പുണ്ട്, ഇതിൽ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു, ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും. ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ 8 ആയിട്ട് എടുക്കുക, മറ്റേതിനെ 6 ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ്. ഇനി ബോഡിയുടെ മാസ് 5 കിലോഗ്രാം ആണ്. ഇനി ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആക്സലേഷൻ. നിങ്ങൾ പറയാം, രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്താൽ 6 ന്യൂട്ടനും 8 ന്യൂട്ടനും ആക്ട് ചെയ്താൽ റിസൾട്ടൻ്റ് ഇങ്ങനെയല്ലേ വരിക? റിസൾട്ടൻ്റ് ആദ്യത്തവനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വെച്ചോളൂ. നിങ്ങൾ തന്നെ പറയൂ, നമുക്കിവിടെ കോസ് തീറ്റയാണ് എടുത്തിരിക്കുന്നത്. കോസ് തീറ്റ എടുത്താൽ എന്ത് വരും? ഇവിടെ 6 നിങ്ങൾ തന്നെ പറ. ഇവിടെ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 8, ഇത് 6, അപ്പോൾ ഇത് എത്ര വരും? √8² + 6². അപ്പോൾ എത്ര വരും? 10 എന്ന് വരും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ cos theta is equal to adjacent side by hypotenuse. അപ്പോൾ 6/10 എന്ന് പറഞ്ഞാൽ 0.6 അല്ലേ? അപ്പോൾ തീറ്റ ഈക്വൽ ടു എന്താണ്? cos ഇൻവേഴ്സ് 6 എന്ന് 0.6 എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. ഇനി അടുത്തെന്താണ്? അപ്പോൾ റിസൾട്ടൻ്റ് എത്രയാ? റിസൾട്ടൻ്റ് എത്ര? 10 ആണ്. അപ്പോൾ ഇങ്ങനൊരു ചോയ്സ് അതിനകത്തുണ്ടോ? ഇതാണ് നെറ്റ് ഫോഴ്സ്, ഇതാണ് നെറ്റ് ഫോഴ്സ്. അപ്പോൾ ആക്സലേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് മാസ് 5. അപ്പോൾ ആൻസർ എത്ര? 2. അപ്പോൾ ആക്സലേഷൻ്റെ ആൻസർ 2ഉം തീറ്റയുടെ ആൻസർ ഇതും 2 ഉണ്ട്, ഒരു ചോയ്സ് ഉണ്ട്. പിന്നെ കോസ് ഇൻവേഴ്സ് 0.6 ഫ്രം 6 ന്യൂട്ടൺ. കറക്റ്റ് ആണല്ലോ, നമ്മൾ എടുത്ത് രക്ഷപ്പെട്ടു. ഇത് തിരിച്ചെടുത്ത ഒത്തിരി പണി വന്നനെ. അപ്പോൾ നമ്മൾ എടുത്ത പങ്കലക്കിന് വന്നതാണ്. സൊല്യൂഷൻ: ഒരു ബോഡി 6 ന്യൂട്ടനും 8 ന്യൂട്ടനും ആക്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് കാണാൻ നിങ്ങളെ കൊണ്ടുവെക്കും. √ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് 2ab cos 90. അപ്പോൾ ഇത് 10 എന്ന് വരും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇനി എന്താ വേണ്ടത്? ഈ ആംഗിൾ ഞാൻ തീറ്റ എന്ന് എടുത്തു. നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്ന കോസ് തീറ്റ കാണാൻ ഇതേ ഇത് നമുക്ക് 0.6 കിട്ടി, തീറ്റയും കിട്ടി. ഇനി ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ആക്സലേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ്. അപ്പോൾ എന്താ 2 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ ഇത് രണ്ടുമാണ് ആൻസർ, ഇതുമാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഏതാണ് ചോയ്സ് എന്ന് നോക്ക്. ചോയ്സ് ഏത്? ചോയ്സ് ബി, ബാബുവാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 0.2 കിലോഗ്രാം മാസ് അറ്റ് റെസ്റ്റ് സബ്ജക്റ്റഡ് ടു എ ഫോഴ്സ് ഓഫ് അത്ര ന്യൂട്ടൺ അല്ലേ? വട്ട് ഈസ് എ വെലോസിറ്റി ആഫ്റ്റർ 6 സെക്കൻഡ്? ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് എത്ര? 0.3I - 0.4J. ടൈം തന്നിട്ടുണ്ട് 6. ദെൻ വട്ട് ഈസ് എ വെലോസിറ്റി? V എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യും? അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡ് നോക്കൂ. എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഇവിടെ വേറെ വല്ലതും പറയുന്നുണ്ടോ? ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ഈസ് സബ്ജക്റ്റ് ടു എന്നല്ലേ? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്ര? 0. അപ്പോൾ ഇത്രയും തന്നിട്ടുണ്ട്. നിങ്ങളത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ V വാല്യൂ? V എന്ന് പറഞ്ഞാൽ എന്താണ്? V എന്ന് പറഞ്ഞാൽ U + AT. അപ്പോൾ ഇതിനകത്ത് എന്തില്ല? T ഉണ്ട്, പിന്നെ U ഉണ്ട്, എന്തില്ല? A ഇല്ല. അപ്പോൾ A എങ്ങനെ കാണുമെന്ന് പറയണം. ആക്സലേഷൻ എങ്ങനെ കാണും? F/m എന്നാണ് അല്ലേ? F/m എന്നാണ്. നിങ്ങൾ തന്നെ പറ. അവിടെ ബോഡിയുടെ മാസ് എത്രയാ? 0.2. അപ്പോൾ m എന്ന് പറയുന്നത് 0.2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്സലേഷൻ ഈക്വൽ ടു പറഞ്ഞോ 0.3I - 0.4J ഡിവൈഡഡ് ബൈ 0.2 എന്നാണ്. അപ്പോൾ എത്ര വരും? 0.3I / 0.2 - 0.4J / 0.2 എന്ന് വരും. അപ്പോൾ ആൻസർ പറയൂ. ഇത് എത്ര വരും? മേലും താഴെയും 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്രയും 1.5I മൈനസ് ഇത് എത്ര വരും? 2 അല്ലേ? 2J. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ് ആക്സലേഷൻ്റെ ആൻസർ. അപ്പം നിങ്ങളിത് ചോദിച്ചിരിക്കുന്നത് ആക്സലേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് അപ്പോൾ എത്ര വരും? √1.5 സ്ക്വയർ 1.5 സ്ക്വയർ പ്ലസ് 4 എന്നാണ്. അപ്പോൾ എത്ര വരും? 2.25 പ്ലസ് 4. അപ്പോൾ √6.25 എന്നാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ √625/100 എന്നാണ്. എന്ന് പറഞ്ഞാൽ 25/10 എന്നാണ്. എന്ന് പറഞ്ഞാൽ 2.5 ആണ്. അപ്പോൾ ആക്സലേഷൻ്റെ വാല്യൂ അറിയാം. ഇനി നിങ്ങൾ പറയും ഈ വിയുടെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും? V = U എത്ര? 0 പ്ലസ് A എത്ര കിട്ടി? 2.5 × 6. അപ്പോൾ എത്ര വരും? V = 25 150. അപ്പോൾ 15 എന്നായോ? അങ്ങനെ ഒരു ആൻസർ അതിനകത്തുണ്ടോ?
നമ്മൾ ഇത്രയും ഗവേഷണം നടത്താറുണ്ടായിരുന്നു അല്ലേ? അതിനകത്ത് ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ആക്സലേഷൻ്റെ ആൻസർ ഇങ്ങനെ അവർ ചോദിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇത് വേണ്ട. ഓക്കെ, വാട്ട് ഈസ് എ വെലോസിറ്റി ആഫ്റ്റർ 6 സെക്കൻഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആക്സലേഷൻ കിട്ടി, ഇതുവരെ മതി. അപ്പോൾ ഇൻ ടേംസ് ഓഫ് I ആൻഡ് J ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗവേഷണം ഒന്നും നടത്തണ്ട. അപ്പോൾ A കിട്ടി. അപ്പോൾ ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. V is equal to പറഞ്ഞോ, V is equal to U എത്ര 0, അത് മൈൻഡ് ചെയ്യണ്ട. A എത്ര 1.5 I minus 2J into T എത്ര 6. അപ്പോൾ എത്ര വരും? ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 9I minus 12J ഉണ്ടോ? അപ്പം ചോയ്സ് A ആണ്. ഇതൊക്കെ കൊച്ചുകുട്ടികൾ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. നോക്ക് ഇങ്ങോട്ട്. ഫോഴ്സ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി കാണണം. ഫൈനൽ വെലോസിറ്റി കാണാൻ ഇക്വേഷൻ പറ U + AT. ഇതിനകത്ത് U ഉണ്ട്, T ഉണ്ട്, A ഇല്ല. A കണ്ടുപിടിക്കാൻ എന്താണ് വഴി? F/m. F അറിയാം, M അറിയാം. അപ്പോൾ അതിന് ആൻസർ കിട്ടി. അപ്പോൾ A കിട്ടി. ഇനി ഈ വാല്യൂ ഇതിനകത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ വായിക്ക്, പെട്ടെന്ന് വായിക്ക്. വായിച്ചോ? A ball of mass 0.5 kilogram moving with velocity 2 strikes a wall normally and bounces back with the same speed. ഒരു ബോൾ ഉണ്ട്, ബോളിൻ്റെ മാസ് 0.5 കിലോഗ്രാം. ഇറ്റ് മൂവ്സ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി എത്ര? 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അങ്ങോട്ട് പോകുന്നു. ഇറ്റ് ബൗൺസസ് ബാക്ക് വിത്ത് ദ സെയിം വെലോസിറ്റി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി -2. ഇനി ടൈം ഓഫ് കോണ്ടാക്ട് എത്ര? 1 millisecond എന്ന് പറഞ്ഞാൽ 10⁻³ സെക്കൻഡ്. ദെൻ ഫോഴ്സ് ഓൺ വോൾ അങ്ങനെ കാണും, F അങ്ങനെ കാണും. F എന്ന് പറഞ്ഞാൽ MA എന്നാണ്. അപ്പോൾ F is equal to M അതുപോലെ എഴുതി. ഇത് 1ാം ക്ലാസ്സിലെ പ്രോബ്ലം ആണ്, ആരും കാണരുത്. V - U/T എന്നാണ്. അപ്പോൾ F is equal to M എത്രയാ? 0.5 ഇൻറ്റു V എത്രയാ? V പറയൂ, V എത്ര? -2 മൈനസ് ഇനി എത്ര? U എത്രയാ? 2. വേറെ വല്ലതും പറയുന്നുണ്ടോ? ഡയറക്ഷൻ വല്ലതും പറയുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേ. മൂവിങ് വിത്ത് വെലോസിറ്റി 2 അങ്ങനെ തന്നെ പറയുന്നത്. നോക്കൂ. അപ്പോൾ യുവിൻ്റെ സൈൻ പോസിറ്റീവ്, വിയുടെ സൈൻ നെഗറ്റീവ്. പറഞ്ഞോ. അപ്പോൾ വിയുടെ വാല്യൂ -2 -2 ഡിവൈഡഡ് ബൈ T എത്ര? 10⁻³ എത്ര വരും? 0.5 ഇൻറ്റു -0.4 എന്ന് വരും. സോറി, -4 എന്ന് വരും. ഇൻറ്റു ഇത് മേലെ വരുമ്പോഴത്തേക്ക് 10⁻³ എന്നായി. അപ്പോൾ എത്രയായി? ഇത് ഒരു 0 ഇവിടെ എടുത്താൽ 5 × 4 20 28 2 0. ഓക്കെ, ഇത് ആൻസർ നെഗറ്റീവ് ആൻസറാണ് വരുന്നത്. നിങ്ങൾ എൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ മതി. അപ്പോൾ ആൻസർ എത്ര? 2000. അപ്പോൾ ചോയ്സ് A. പ്രയാസമുണ്ടോ? അപ്പം അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ എൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. കാരണം ഒരു നെഗറ്റീവ് ആൻസർ അതിനകത്ത് തന്നിട്ടുമില്ല. അത് പറയണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്ക്. 8th ക്വസ്റ്റ്യൻ പെട്ടെന്ന്. എ ബ്ലോക്ക് ഓഫ് മാസ് 2 kilogram ഈസ് പ്ലേസ്ഡ് ഓൺ ഫ്ലോർ. തറയിൽ ഒരു 2 kilogramൻ്റെ മാസ് ഇരിപ്പുണ്ടെന്ന്. 2 kilogram. ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂവിൻ്റെ വാല്യൂ എത്ര? 0.4 ആണ്. ഫോഴ്സ് ഓഫ് 2.8. ഫോഴ്സ് എന്ന് പറയുന്നത് 2.8 ന്യൂട്ടൺ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ പാരലൽ ടു ദ ഫ്ലോർ, ഫ്ലോറിന് പാരലായിട്ട് കൊടുക്കുന്നത്. ഇനി ഫ്രിക്ഷൻ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് കാണാൻ ഇക്വേഷൻ പറ. μN എന്നാണ്. F is equal to μ അതുപോലെ എഴുതി. എന്താണ് N എന്ന് പറഞ്ഞാൽ? ഈ സാധനം ഇങ്ങനെ ഇരുന്നാൽ ഇതാണ് mg, മേലോട്ടുള്ളതാണ് N. അപ്പോൾ N ഉം mg ഈക്വൽ അല്ലേ? അപ്പോൾ N വരെ mg. ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ പറ. 0.4 ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ 2 ഇൻറ്റു ജിയുടെ വാല്യൂ 10. അപ്പോൾ എത്ര വരും? 4 × 2 8 എന്ന് വന്നോ? അപ്പോൾ 8 ന്യൂട്ടൺ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് 8 ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മണ്ടയിൽ 2.8 ന്യൂട്ടൺ അങ്ങോട്ട് കൊടുത്താൽ സാധനം നീങ്ങത്തില്ല. അപ്പം നീങ്ങത്തില്ല എങ്കിൽ ബോഡി റസ്റ്റിലാണ്. റസ്റ്റിലുള്ള ഒരു സാധനത്തിൻ്റെ കേസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസസ് വിത്ത് അപ്ലൈഡ് ഫോഴ്സ്. അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സും ഈക്വലാണ്. ഇനി ഇത് എപ്പോഴാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസസ് വിത്ത് അപ്ലൈഡ് ഫോഴ്സ്?
up to a value, particular value. Thereafter the body moves എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾ 2.8 ന്യൂട്ടൺ ആണ് കൊടുക്കുന്നത്. ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് 8 ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ ബോഡി നീങ്ങത്തില്ല. അപ്പോൾ ബോഡി റെസ്റ്റ് തന്നെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് തന്നെ ആയിരിക്കും അവിടെ എന്തോന്ന് നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് 2.8 ന്യൂട്ടൺ തന്നെ ആയിരിക്കും അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് 2.8 അല്ലേ, അത് തന്നെ ആയിരിക്കും ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് യുവർ ആൻസർ? ആൻസർ ഈസ് 2.8 ന്യൂട്ടൺ. അപ്പോൾ ആൻസർ ചോയ്സ് എ എന്നാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, ഇതൊരു ബോഡിയാണ്. ബോഡി ഇനി ഇരുന്നാൽ വെയിറ്റ് താഴോട്ട്, നോർമൽ ഫോഴ്സ് മേലോട്ട്. ഈ ഇവിടെ തറയുമായിട്ടുള്ള ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.4. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് ആണല്ലോ ഇക്വേഷൻ മ്യൂ എഴുതി, എന്നിന് പകരം mg എന്ന് എഴുതി. അപ്പോൾ വാല്യൂ കണ്ടുപിടിച്ചു. 8 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ തറയായിട്ടുള്ള ഫ്രിക്ഷൻ. അപ്പോൾ നിങ്ങൾ 2.8 ന്യൂട്ടൺ കൊടുത്ത ഈ സാധനം നീങ്ങൂലല്ലോ. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന സാധനത്തിൽ നോക്കൂ, ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ്. അപ്പോൾ വാട്ട് ഈസ് ഫ്രിക്ഷൻ അപ്ലൈഡ് ഫോഴ്സ്? 2.8 ന്യൂട്ടൺ. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ ഈക്വൽ ടു 2.8 ന്യൂട്ടൺ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയാ? അടുത്തേക്ക് പോവാം, വായിക്കുക. If the impulse varies with the time as എന്താണ് തന്നിരിക്കുന്നത്? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എന്താ? ഇമ്പൾസ് ആണ് 20t² - 40t എന്നാണ്. ഇമ്പൾസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഈക്വൽ ആണ്. ഓക്കെ, നമുക്കറിയാം. ഇനി ഈ ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ dp എന്ന് എഴുതിയാലും മതി. അപ്പൊ ഇമ്പൾസ് എന്ന് പറയുന്നത് ഇതാണ്, ഇത് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഈക്വൽ ആണ്. നമുക്ക് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ മറന്നുപോയാ? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം. ഇനി ഈ ചേഞ്ച് ഓഫ് മൊമെന്റം മാക്സിമം വരണം, ചേഞ്ച് ഓഫ് മൊമെന്റം മിനിമം വരണം. ചേഞ്ച് ഓഫ് മൊമെന്റം മിനിമം വരണമെങ്കിൽ ഇതിനെ ഡിഫറൻസിയേഷൻ നടത്തുന്ന ആൻസർ 0 വരണം. അപ്പൊ dp/dtയുടെ ആൻസർ 0 വരണം. ഈ മോഡൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്താണ്? ഇതാണ് ഇമ്പൾസിന്റെ ആൻസർ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. ഇതിന്റെ ആൻസർ 0 വരണം, മിനിമം വാല്യൂ 0 വരണം. എങ്കിൽ ഇതിനെ ഡിഫറൻസിയേഷൻ ഇതിന്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചേഞ്ച് ഓഫ് മൊമെന്റം മിനിമം വരണം. ചേഞ്ച് ഓഫ് മൊമെന്റം മിനിമം വരണമെങ്കിൽ അതിനെ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ആൻസർ 0 വരണം എന്നാണ് അർത്ഥം. ഓർത്ത് വെച്ചോണം. മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഉള്ള കേസാണെങ്കിൽ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയെന്ന് എടുത്തോണം? 0 എന്ന് എടുത്തോണം. അപ്പോഴേ ഇതിനൊന്ന് ഡിഫറൻസിയേഷൻ നടത്തി പറഞ്ഞേ. dpയുടെ ആൻസർ ആണിത്. അതിനെ ടൈം വെച്ച് ഡിഫറൻസിയേഷൻ പറയൂ. 20 × 2t - 40 എന്ന് വരും, ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 40t ഈക്വൽ ടു 40 എന്ന് വരും. അപ്പോൾ ടിയുടെ വാല്യൂ എത്ര? 1. അപ്പോൾ ടൈമിന്റെ ആൻസർ എത്രയാ? 1 സെക്കൻഡ്. സോ ചോയ്സ് ഏതാ? ബി ആണ്. കുഴപ്പമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ബുള്ളറ്റ് ഓഫ് മാസ് 10 gram ഈസ് ഫയർഡ് ഫ്രം എ ഗൺ ഓഫ് മാസ് 1 kilogram. റീകോയിൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. മസിൽ വെലോസിറ്റി എത്രയെന്ന്, അതായത് ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് പോകുന്ന വെലോസിറ്റി എത്രയെന്ന്. അപ്പം നമ്മളവിടെ ബുള്ളറ്റിൻ്റെ എല്ലാം ചെറിയ അക്ഷരങ്ങൾ, ഗണ്ണിൻ്റെ എല്ലാം വലിയ അക്ഷരങ്ങൾ. ബുള്ളറ്റിൻ്റെ ഫയറിങ്ങിന് മുമ്പ് രണ്ടുപേരും റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ മൊമെന്റം 0. സോ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് എന്ന് പറയുന്നത് mv + mv ആണ്. ഇതാണ് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ. ഇത് ഉണ്ടയുടെ മൊമെന്റം, ഇത് ഗണ്ണിൻ്റെ മൊമെന്റം. ദിസ് ഈസ് എ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്. ഇനി ഇതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുക. പറയൂ, മാസ് എത്രയെന്ന് പറയുന്നുണ്ട്? 10 gram. അപ്പോൾ 10 × 10⁻³ ഇനി ഇനി വെലോസിറ്റി ഓഫ് ഉണ്ട അതാണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് മാസ് ഓഫ് ഗൺ 1 ഇൻറ്റു റീകോയിൽ വെലോസിറ്റി ആണ് 5. അപ്പോൾ അതിന് -5 എന്ന് ഇടണം, ഈക്വൽ ടു 0. അപ്പം നിങ്ങൾ പറയും ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 10⁻² v ഈക്വൽ ടു ഇത് അപ്പുറത്ത് പോകുമ്പോൾ 5. അപ്പോൾ v ഈക്വൽ ടു എന്താ വരും? 5/10⁻² എന്ന് പറഞ്ഞാൽ 500 എന്ന് വരില്ലേ? അപ്പോൾ വിയുടെ ആൻസർ എത്ര? 500. അപ്പോൾ ചോയ്സ് ഏതാണ്? ഡി ആണ്. നല്ല ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഈക്വൽ ആണ്. അതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. ഈ ചേഞ്ച് ഓഫ് മൊമെന്റം മാക്സിമം വരണം അല്ലെങ്കിൽ മിനിമം വരണം. അപ്പോൾ ഇതിനെ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ആൻസർ 0 എന്ന് എടുത്തോണം. ഇതിനെ ഡിഫറൻസിയേഷൻ നടത്തുക, കിട്ടുന്ന ആൻസർ 0. അപ്പോൾ അതിൽ നിന്ന് ടി കിട്ടി, കുഴപ്പമില്ലല്ലോ. ഇനി ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ. ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? ഗണ്ണിൻ്റെ കേസിൽ എന്താണ്? ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗും ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗും ഈക്വൽ ആണ്. ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇത്, ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. ഈ ചെറിയ ലെറ്റർ ഉണ്ടേണ്ടത്, വലുത് ഗണ്ണിൻ്റെ. ഇനി ഇതിനകത്ത് മാസ് ഓഫ് ഉണ്ട, വെലോസിറ്റി ഓഫ് ഉണ്ട കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, മാസ് ഓഫ് ഗൺ,
ഇനി റീകോയിൽ വെലോസിറ്റി ആകുമ്പോൾ അതിന് മൈനസ് സൈൻ ഇട്ട് എഴുതണം. ഇതിനെടുത്ത് അപ്പുറത്ത് വയ്ക്കുക, സ്മോൾ വി കണ്ടുപിടിക്കുക. കുഴപ്പമൊന്നുമില്ലല്ലോ.